എന്താടി ഈ അസമയത്തൊരു പ്രാർത്ഥന? പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണമില്ലേ ചായ? പിള്ളാച്ചനോട് ഞാൻ പറയുന്നുണ്ട് ഈ കരയെന്ന് ഒരുത്തിനെ പിടിച്ച് നിന്നെ കെട്ടിച്ചു വിടാൻ. അതിന് ഈ കരയെന്ന് ആര് കെട്ടാൻ പോന്നു? ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നത് മീൻകൊട്ട ചുമക്കാനല്ല. നീ ചോറന്ന് എണീറ്റായിരുന്നോ? സ്വന്തം വീട്ടില് വെപ്പും കുടിയൊന്നും ഇല്ലാത്തോണ്ട് കടയപ്പം തിന്നലാണല്ല നിന്റെ നിത്യ സ്വഭാവം. അതുകൊണ്ടായിരിക്കും ഉണ്ണിപ്പിള്ളയുടെ വീട്ടിലെ ചോറിന് നിനക്കിപ്പോ രുചിയില്ലാണ്ടായത്. നിങ്ങൾ അങ്ങനെ എഴുതാപ്പുറമൊന്നും വായിക്കണ്ട ഏട്ടാ. ഇസയ്ക്ക് ഈ തണ്ടും തടിയൊക്കെ ഉണ്ടായത് ഇവിടുത്തെ ചോറും കൂടെ തിന്നിട്ടാ. ഈ ചന്ദ്രയും തമ്പിയും ഞാൻ എന്റെ കൂടപ്പുറപ്പുകളായ കണ്ടിട്ടുള്ളൂ. അതങ്ങനെ തന്നെ വേണം കേട്ടാ. ഞാൻ എവിടെയും വീണു ഉയരുപോയാലും നീയേ ഉള്ളൂ എന്റെ മക്കൾക്ക്. അത് മറക്കണ്ട. എന്നാ ഇത് പിടിച്ചോ. ഉദ്ദേശിച്ച വിലയൊന്നും കിട്ടിയില്ല കേട്ടാ. വലിയ കൈനഷ്ടമില്ലെന്ന് പറഞ്ഞാ മതി. നമ്മുടെ വൃദ്ധസദനത്തിലെ വയസ്സം പിള്ളേർക്ക് നാളെ നല്ലൊരു സദ്യ ഉണ്ടാക്കി കൊടുക്കുക. പായസം 2 വേണം കേട്ടാ. പഴവും പപ്പടവും ചക്കര വരട്ടി എല്ലാം കൂടെ നല്ലൊരു നായരുടെ സദ്യ ഉണ്ടതുപോലെ ആയിക്കോട്ടെ. പോട്ടാ, ഒരു അടിച്ചുപൊളിയുണ്ട്. എന്താ നാളത്തെ പ്രത്യേകത? എനിക്ക് ഇച്ചായും പറഞ്ഞ ഒന്നും മനസ്സിലായില്ല. കളിയായിട്ടാണെങ്കിലും അവൻ പറഞ്ഞത് വേദനിച്ചിട്ടാടി. നാളെ അവന്റെ വിവാഹ വാർഷികമാണ്. 6 വർഷം മുമ്പ് ഞങ്ങളെല്ലാം കൂടി അവനെ കൊണ്ട് ദേവിയുടെ കഴുത്തി താലി കെട്ടിച്ച ദിവസം. പദം പറഞ്ഞാലും പറയാക്കാതെ എല്ലാം അറിയലോ കൊണ്ടേ എന്താണ് പുള്ളേ ഉറങ്ങിയ? ഞാൻ അവളെ കുറിച്ച് ഓർക്കുകയായിരുന്നു. ആര്? ദേവിയെ. അതാരാണ് പുള്ള ഈ ദേവി? ഞാൻ ആ കഥ കേട്ടിട്ടില്ലല്ല. മരിക്കാർ ഊരും ഉലകവും തെണ്ടി ഇവിടെ കൂടിയിട്ട് 1.5 കൊല്ലമല്ലേ ആയുള്ളൂ. അതാ എൻ്റെ അവളുടെയും കഥ കേൾക്കാത്തത്. എങ്കിൽ പിന്നെ പിള്ള പറയും, കേക്കട്ടെ, കഥ കേക്കട്ടെ. മാറ്റക്കര കടാപ്പുറത്തെ ശ്രീധരേട്ടൻ്റെ 2ാമത്തെ മകളായിരുന്നു ദേവി. ആ കടാപ്പുറത്തെ ബ്യൂട്ടി ക്വീൻ. അവളെ എനിക്ക് തരണമെന്നായിരുന്നു ശ്രീധരേട്ടന്. പക്ഷെ തെമ്മാടിയായ മൂത്ത മകൻ ചന്ദ്രനും അവളെ കെട്ടാൻ കൊതിച്ച് നടന്ന പ്രതാപനും എനിക്കെതിരായിരുന്നു. കടല് പിണങ്ങി കയറിയപ്പോ എൻ്റെ അമ്മച്ചിയോടൊപ്പം ശ്രീധരേട്ടനും മരിച്ചു. പക്ഷെ അങ്ങേര് തുടങ്ങി വെച്ച ഞങ്ങളുടെ ബന്ധത്തിന് മാത്രം മരണം ഉണ്ടായില്ല. അവളെ ഞാൻ ആദ്യം കണ്ടപ്പോഴുണ്ടല്ല, പള്ളിയിലെ നിറമുള്ള കണ്ണാടി കൂട്ടിന്ന് മാലാഹ പറന്നു വന്ന് മുന്നിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ മുഖത്തുണ്ടായിരുന്നത് കണ്ണുകളൊന്നുമല്ല, 2 നീല കടലുകളായിരുന്നു. ഈ ലോകത്ത് പ്രേമിക്കാൻ മാലാഹയെ കിട്ടിയ ആദ്യത്തെ മുക്കുവനാ മരക്കാറെ ഇസഹാക്ക്. ഞങ്ങൾക്ക് ആടിപ്പാടാൻ സ്വർഗം താഴേക്ക് ഇറങ്ങി വന്നതും അതുകൊണ്ടാ. ഇത് മോശമാണ് ഇസാക്കെ. ദേവി ചന്ദ്രന്റെ പെങ്ങളാന്ന് നിനക്കറിയാവല്ല. കൂട്ടത്തിലെ എന്റെ അനന്തരവും രാജന് ഇവളുടെ ചേച്ചി ഉഷയെ കല്യാണം കഴിച്ചു. പട്ടാളത്തിൽ പോകും മുമ്പ് ഈ പ്രതാപനുമായിട്ട് ഇവളുടെ കല്യാണ നിശ്ചയവും ഞങ്ങൾ കഴിച്ചിരിക്കുകയാണ്. ഇനിയും നീ പെണ്ണിനെ കൊണ്ട് കറങ്ങുന്നത് തെമ്മാടിത്തരവാ. എന്താ പ്രശ്നം? അച്ചോ, മരിക്കും മുമ്പ് ശ്രീധരേട്ടൻ ഇവളെ എനിക്കായിട്ട് വാക്ക് പറഞ്ഞതാ. ഇപ്പൊ ഇവര് പറയുന്നു ഇവളെ പ്രധാനമായിട്ട് ഉറപ്പിച്ചു നിർത്തിയിരിക്കാന്ന്. അതെങ്ങനെയാ പറ്റുന്നത്? അച്ഛൻ തന്നെ പറ. സമ്മതിച്ചാലില്ലെങ്കിലും എന്റെ മുറപ്പെണ്ണിനെ ഞാനങ്ങ് കൊണ്ടുപോകും. അതിനാ മാറ്റക്കരന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് കൊള്ളാം. അച്ഛനില്ലാത്ത സാഹചര്യത്തിൽ ആരുടെ കൂടെ ജീവിക്കണമെന്ന തീരുമാനം ദൈവം തന്നെ പറയട്ടെ.
അതല്ലേ അതിന്റെ ഒരു ന്യായം? ആ ഞാൻ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും നസ്രാണികളെ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടാ. വാടി ഇങ്ങോട്ട്. ചന്ദ്ര, കത്തിയും കഠാരയും കൊണ്ട് നിനക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ശ്രീധരൻ മരിച്ചുപോയ സ്ഥിതിക്ക് ദേവിയുടെ അമ്മയോട് ഒരു വാക്ക് ചോദിക്കാൻ നാളെ ഞങ്ങൾ ആ വീട്ടിൽ വരും. അവരെതിർക്കുകയാണെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് ഞാൻ ഇവനെ പിന്മാറ്റിക്കൊള്ളാം. ദേവി, ഇതാ വിളിച്ചോണ്ട് പോക്കോ. ഇന്നൊരു രാത്രി മാത്രമേ ഇവളവിടെ നിൽക്കൂ. അത് കഴിഞ്ഞു അവളവിടെ നിൽക്കും കത്തനാരെ. എന്തിനാണെന്നാ? എന്റെ കൊച്ചിനെ വയറ്റി ചുമക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇസഹാക്ക് എടുത്തോട്ടെ, എനിക്ക് സമ്മതമാ. മോനെ, സ്പെഷ്യൽ റിക്രൂട്ടായിട്ട് നാളെ നീ BSF ഫുട്ബോൾ താരമാകുമ്പോൾ മത്സരക്കളിയിൽ എന്നെ ഇടങ്കാലിട്ട് വീഴ്ത്തി ചലിച്ച നീ സ്ഥാനം നേടിയത്. നിന്റെ വയറ്റിപ്പഴപ്പായതുകൊണ്ട് ഞാൻ വിട്ടതാണ് കേട്ടാ. പക്ഷെ ദേവിയുടെ കാര്യത്തിൽ നീ ഇടങ്കോടാമെന്ന നിന്നാണോ പ്രധാന നിന്റെ പേപ്പിനെ മുട്ടിക്കുക. മതി തോന്നിയാസം. ഞാൻ പറഞ്ഞില്ലേ, നാളെ ഇവളുടെ അമ്മയെ കണ്ടിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. അതിനിപ്പോ അമ്മ തീരുമാനിക്കാനൊന്നുമില്ല. ചന്ദ്രന്റെ പെങ്ങളാണെങ്കിൽ ദേവി പ്രതാപനുള്ളതാ. ഈ കല്യാണം ഞാൻ നടത്തും. വാടി ഇങ്ങോട്ട്. നിക്കവിടെ. നീ ആരടി തിരിഞ്ഞു നോക്കുന്നത്? നടക്കണേ അങ്ങോട്ട്. സംഗതി ഇന്നത്തോടെ ആ പെങ്കൊച്ചിനെ ചന്ദ്രൻ ചവിട്ടിക്കൊന്നെന്നും വരും. പ്രതാപം പട്ടാളത്തിൽ പോകുമ്പോൾ ചിലപ്പോ ആ ദേവിയെ കൂടെ കൊണ്ടുപോയെന്നും ഇരിക്കും. ദേ, എന്റെ അഭിപ്രായത്തിൽ നാളെ തന്നെ ഇവരെ രണ്ടുപേരെയും കൂടി രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി ഓരോ ഒപ്പിടിക്കുന്നതാണ് ബുദ്ധി കേട്ടാ. അയ്യടാ മനമേ, ഈ ചായന്റെ കല്യാണം അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ചുളുവിനോ നടത്താൻ പറ്റൂല കേട്ടാ. ഈ കരയിൽ നമുക്ക് ചില ആഘോഷങ്ങളൊക്കെ വേണം. പെണ്ണ് ഹിന്ദു ആയതുകൊണ്ട് അമ്പലത്തിൽ വേണം പള്ളിയിൽ വേണം എന്ന് അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി. രണ്ടിടത്തുമല്ല, ഞാൻ ഈ വിവാഹം നടത്താൻ പോണത് കടാലി വെച്ച. കടാലി വെച്ച നീ എന്ത് ഓഴത്തമാണ് ഈ പറയണത്? അതേന്ന്, കടലിനെ സാക്ഷിയാക്കി ഇഷ്ടപ്പെട്ടവരാണല്ല ഞങ്ങള്. കരകളുടെ വ്യത്യാസവും മതങ്ങളുടെ വ്യത്യാസവും കടലിനില്ല. ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? മാലയിടിയിലും താലികെട്ടിലും ഒക്കെ കടലിൽ വെച്ച് മതിയെന്ന് പണ്ടേ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്നും കൂട്ടിക്കോ. എങ്കിൽ പിന്നെ ആദ്യ രാത്രി കൂടി കടലിൽ തന്നെ ആയിക്കോടാവേ. മറ്റുള്ളവർക്കുള്ള മെനക്കെടെങ്കിലും അല്പം കുറഞ്ഞിരിക്കുമല്ലോ. വല്ല കാര്യമുണ്ടാ? ഇസഹാക്കിനെ അന്വേഷിച്ച കൊച്ചു വന്നിരിക്കുകയാണ്. കൊച്ചോ? അതെ, ദേവി. ആളെ കണ്ടിട്ട് മാറ്റക്കരയെന്ന് ഒളിച്ചോടി പോകുന്ന ലക്ഷണം ഉണ്ട് കേട്ടാ. വന്നേ. എന്താ ചന്ദ്രൻ നിന്നെ ഉപദ്രവിച്ചല്ലേ?